കുറേ ഓഡിയൻസ് നമ്മളെ കാണുമ്പോൾ തിയേറ്ററിനകത്തുനിന്ന് അതിൻ്റെ ഫീഡ്ബാക്ക് കിട്ടി. അപ്പോൾ ഇത് സത്യമാണോ എന്നറിയണം, ഇതുള്ളതാണോ എന്നറിയണം, എന്നിട്ട് ഞാൻ ബാക്കി സംസാരിക്കാം. ഇല്ല, ഈ സ്ക്രിപ്റ്റ് ആദ്യമേ കേട്ടപ്പോൾ ഞാൻ ഇതുവരെ ചിന്തിക്കാത്ത അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സിനിമ ചെയ്യണമല്ലോ എന്ന് ആലോചിക്കില്ലേ, അതുപോലും ഇല്ലാത്തൊരു ജോണറിൽ നിന്നാണ് ഈ പടം എനിക്ക് വന്നത്. കുറച്ച് നെർവസ് ആയിരുന്നു റംസാനും ഞങ്ങളെല്ലാവരും. പക്ഷേ ഓഡിയൻസിനോട് കണ്ടപ്പോൾ ഒരു ആശ്വാസമുണ്ട്. അല്ല, എനിക്ക് എപ്പോഴും നല്ല എക്സ്പീരിയൻസ് ആണ് പടങ്ങൾ, പ്രത്യേകിച്ച് സാഹസം. ഒരുപാട് കാസ്റ്റുള്ളൊരു പടമായിരുന്നു. കട്ടിയുള്ള ഇത്ര വലിയൊരു ക്യാരക്ടർ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ എനിക്കറിയത്തില്ല എന്താ പറയണമെന്നുള്ളത്. ഓഡിയൻസ് കണ്ടിട്ട് അവരുടെ റെസ്പോൺസ് കിട്ടിയിട്ട് ഞാൻ എന്തെങ്കിലും പറയാമെന്ന് വിചാരിച്ചിരിക്കുക. ഓണമൂട് അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. ഓണമൂട് ഉണ്ട്, മൊത്തത്തിൽ സാഹസം മൂടായിരിക്കും. ഈ സൗണ്ട് യൂണീക്നെസ് എന്ന് പറയുമ്പോൾ നമ്മൾ സിനിമയ്ക്ക് പുറത്ത് ഈ സൗണ്ട് ബാഡ് സൗണ്ട് എന്നുള്ള കാറ്റഗറിയിൽ വിടുന്ന സൗണ്ടാണ്. നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മളുടെ ഇംപെർഫെക്ഷൻസ് ഒക്കെ സിനിമയിലേക്ക് വരുമ്പോൾ അത് കുറച്ച് നമുക്ക് ഗുണം ചെയ്യും. ടെൻഷൻ ഉണ്ടായിരുന്നു, നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഓഡിയൻസ് പടം ഏറ്റെടുക്കുന്നതാണ് അവസാന റിസൾട്ട്. സോ നമ്മളിപ്പോൾ ഈ പടത്തെപ്പറ്റി കോളേജസിലും ഇൻ്റർവ്യൂസിലും ഒരുപാട് കാര്യങ്ങൾ പൊക്കി പറഞ്ഞാലും അറ്റ് ദ എൻഡ് ഇതൊക്കെ ഓഡിയൻസിൻ്റെ കയ്യിലാണ്. സോ നോർമൽ ഓഡിയൻസിലൂടെ കണ്ടപ്പോൾ ഭയങ്കര സമാധാനം, സന്തോഷം, ചിരിയോടുകൂടി സിനിമ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരാൻ പറ്റുന്നൊരു പടമായി സാഹസം മാറുമെന്ന് വിശ്വസിക്കുന്നു. ഓൾറെഡി നല്ല റിപ്പോർട്ട് കിട്ടുന്നുണ്ട്. പക്ഷേ നോർമൽ ഓഡിയൻസിൻ്റെ ഇനിയും അറിയണം, അവരുടെ അഭിപ്രായങ്ങൾ അറിയണം, അത് റെസ്പെക്ട് ചെയ്യണം. എല്ലാവരും റൊമാൻസിനപ്പുറം ഭയങ്കര ഫൈറ്റും ആസ്വദിച്ചു റംസാൻ്റെ. അങ്ങനെ എല്ലാവരും പറഞ്ഞു പ്രിയദർശൻ സാറിൻ്റെ സിനിമ അങ്ങനെയൊക്കെ തോന്നി, നായകനെ പോലെ. താങ്ക് യു. അല്ലാതെ ഇത് ഔട്ട് ആൻഡ് ഔട്ട് എല്ലാവരുടെയും എഫോർട്ടുള്ളൊരു പടമാണ്. ഒരിക്കലും നായകൻ്റെ കഥയോ അല്ലെങ്കിൽ നായികയുടെ കഥയായിട്ടുള്ളൊരു പടമല്ല. ഇതിൽ ബാബുച്ചേട്ടനും നരേൻ ചേട്ടനും എനിക്കും എൻ്റെ കൂടെ പെർഫോം ചെയ്ത ഹരി, കാർത്തി എല്ലാവരുടെയും കഥയാണ്. എല്ലാവർക്കും പറയാൻ കഥകളുണ്ട്. സോ അതൊക്കെ കേട്ട് വരുമ്പോൾ നമുക്കിങ്ങനെ ഒരു റോളർ കോസ്റ്റർ റൈഡ് പോലെ പടം പോകുന്നുണ്ട്. ഭയങ്കര സന്തോഷം, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്ന് അറിഞ്ഞാൽ സന്തോഷം. ബിബിൻ അശോകൻ ചേട്ടൻ നമ്മൾ ഈ സിനിമയുടെ ഏറ്റവും പില്ലറാണ്. കാരണം ചേട്ടൻ അത്രയും എഫോർട്ട് എടുത്ത് വർക്ക് ചെയ്ത് ഓണം മൂടായാലും അപ്പം തൊട്ട് ചേട്ടൻ നമുക്ക് തന്ന റിസൾട്ട് ഭയങ്കര പോസിറ്റീവായിരുന്നു. ഇത് ഓഡിയൻസിലേക്ക് എത്താനുള്ള മ്യൂസിക്സാണ് ബിബിൻ ചേട്ടൻ തന്നുകൊണ്ടിരുന്നത്. മച്ച് റെസ്പെക്ട് ടു ഹിം ആൻഡ് താങ്ക് യു സോ മച്ച്. ഞങ്ങളുടെ പടത്തിന് പുള്ളിയുടെ കൂടി പടമാണ്, എന്തായാലും താങ്ക് യു സോ മച്ച്. ഇല്ല, ഈ സ്ക്രിപ്റ്റ് ആദ്യമേ കേട്ടപ്പോൾ ഞാൻ ഇതുവരെ ചിന്തിക്കാത്ത അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സിനിമ ചെയ്യണമല്ലോ എന്ന് ആലോചിക്കില്ലേ, അതുപോലും ഇല്ലാത്തൊരു ജോണറിൽ നിന്നാണ് ഈ പടം എനിക്ക് വന്നത്. സോ എൻ്റെ ഫസ്റ്റ് തോട്ട് ഇത് ഞാൻ മിസ് ചെയ്ത് ചിലപ്പോൾ ഇങ്ങനത്തെ പടം ഇനി ഈ അടുത്തൊന്നും വരില്ല സ്ക്രിപ്റ്റിൻ്റെ കാര്യത്തിൽ. സോ അത് മിസ് ചെയ്യരുതെന്നായിരുന്നു. അങ്ങനെ തന്നെ സംഭവിച്ചു. കാര്യം നന്നായിട്ട് വന്നു, എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും പറയാനുള്ള പോലെ അഭിപ്രായങ്ങൾ അറിയിക്കുക, നിങ്ങളുടെ സുഹൃത്തുക്കളോടൊക്കെ പറയുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ഓഡിയൻസിൻ്റെ കൂടെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം. നമ്മൾ ടീമായിട്ട് കാണുന്ന പോലെയല്ല, ഓഡിയൻസിൻ്റെ ഒരു റെസ്പോൺസ്, അവരുടെ ചിരി, അവരുടെ കൈകൊട്ടൊക്കെ കേൾക്കുമ്പോൾ ഒരു സന്തോഷം. കുറച്ച് നെർവസ് ആയിരുന്നു റംസാനും ഞങ്ങളെല്ലാവരും. പക്ഷേ ഓഡിയൻസിനോട് കണ്ടപ്പോൾ ഒരു ആശ്വാസമുണ്ട്. പടം വിജയിക്കാനുള്ള എല്ലാ പൊട്ടൻഷ്യലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇനി ബാക്കിയെല്ലാം ഇനി ഓഡിയൻസ് പറയണം. എനിക്ക് തോന്നുന്നു നരേൻ ചേട്ടൻ്റെ ക്യാരക്ടർ എല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് കാണുന്ന പോലെ തോന്നി. ബാബു ചേട്ടൻ്റെ, ശബരീഷ്, അങ്ങനെ എല്ലാവരും വരിയായി വരുന്നു. ജീവ, റോണിയുടെ ക്യാരക്ടർ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഓരോരുത്തരുടെയും അത്രയും ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിൽ പോലും ഓരോരുത്തരുടെയും ക്യാരക്ടറിസ്റ്റിക്സ് അത് ഓഡിയൻസിന് അത് കിട്ടി. അത് ക്യാച്ച് ചെയ്യാൻ പറ്റിയത് തന്നെ വളരെ ഒരു വലിയ കാര്യം തന്നെയാണ്. നമ്മൾ ഓഡിയൻസിൻ്റെ കൂടെ ഇരുന്നിട്ട് ഇന്നാണ് ആദ്യമായിട്ട് കാണുന്നത് സിനിമ. അപ്പം നിങ്ങൾ റിയാക്ഷൻസ് ഇടുമ്പോൾ കണ്ടില്ലായിരുന്നു സിനിമ അല്ലേ? അപ്പം കണ്ടില്ല, ഓക്കെ. അപ്പം അവരുടെ ഓരോ സീനും റിയാക്ഷൻസ് ഇടുമ്പോൾ ചിരിക്കുമ്പോൾ നമുക്ക് വർക്കായി. കാരണം നമ്മൾ മാത്രമല്ല എപ്പോഴും കാണുന്നുള്ളൂ, വേറെ ഒരാളും കൂടി കാണുമ്പോഴല്ലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പം ഭയങ്കര സന്തോഷമായി ആക്ച്വലി സെക്കൻഡ് ഹാഫൊക്കെ ആയപ്പോഴത്തേനും. സോ എല്ലാവരും പോയിട്ട് കാണുക പടം, എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയാം. എനിക്ക് എന്താ പറയുക, ഞാൻ ഇത്രയും കട്ടിയുള്ള ഇത്ര വലിയൊരു ക്യാരക്ടർ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ എനിക്കറിയത്തില്ല എന്താ പറയണമെന്നുള്ളത്. ഓഡിയൻസ് കണ്ടിട്ട് അവരുടെ റെസ്പോൺസ് കിട്ടിയിട്ട് ഞാൻ എന്തെങ്കിലും പറയാമെന്ന് വിചാരിച്ചിരിക്കുക. നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടാണല്ലോ സിനിമയും ക്യാരക്ടറും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇനിയും ഞാൻ വെയിറ്റ് ചെയ്യുന്നത് ഇത് കണ്ടിറങ്ങുന്ന പ്രേക്ഷകരുടെ റെസ്പോൺസിന് റിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഞാൻ സംസാരിക്കാം. കുറേ ഓഡിയൻസ് നമ്മളെ കാണുമ്പോൾ തിയേറ്ററിനകത്തുനിന്ന് അതിൻ്റെ ഫീഡ്ബാക്ക് കിട്ടി. അപ്പോൾ ഇത് സത്യമാണോ എന്നറിയണം, ഇതുള്ളതാണോ എന്നറിയണം, എന്നിട്ട് ഞാൻ ബാക്കി സംസാരിക്കാം. സാഹസം കണ്ടിറങ്ങിയ സന്തോഷത്തിലാണ്. എല്ലാവരും കയ്യടികളും ചിരികളൊക്കെ കണ്ടു. നിങ്ങൾ കണ്ടു പടം? കണ്ടാണെങ്കിൽ നമ്മൾ സംസാരിച്ചിട്ട് കണ്ടവർക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്നാണ് വിചാരിക്കുന്നത്. നമ്മൾ ഹാപ്പിയാണ്. നമുക്ക് ഈ പറഞ്ഞ പോലെ എന്താവും വർക്കാവും എന്നുള്ള സംശയത്തിലാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ റെസ്പോൺസ് ഉണ്ടായിരുന്നു, അതിൻ്റെ സന്തോഷത്തിലാണ്. ഇനി കൂടുതൽ പ്രേക്ഷകരിലേക്ക് സാഹസം എത്തട്ടെ, എന്നിട്ട് എല്ലാവരുടെ അഭിപ്രായം അറിയാൻ വെയിറ്റിംഗ് ആണ്. ഓണമൂട് അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. ഓണമൂട് ഉണ്ട്, മൊത്തത്തിൽ സാഹസം മൂടായിരിക്കും. നന്നായിട്ട് വർക്കായിട്ടെന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫ് എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് വരുന്നു പ്രതീക്ഷിക്കുന്നു.
ഒന്നും ശ്രമിച്ചിട്ടില്ലടാ. നമ്മൾ ഈ സൗണ്ട് യൂണീക്നെസ് എന്ന് പറയുമ്പോൾ നമ്മൾ സിനിമയ്ക്ക് പുറത്ത് ഈ സൗണ്ട് ബാഡ് സൗണ്ട് എന്നുള്ള കാറ്റഗറിയിൽ വിടുന്ന സൗണ്ടാണ്. നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മളുടെ ഇംപെർഫെക്ഷൻസ് ഒക്കെ സിനിമയിലേക്ക് വരുമ്പോൾ അത് കുറച്ച് നമുക്ക് ഗുണം ചെയ്യും. അപ്പോൾ അതിൻ്റെയൊക്കെ ഭയങ്കര സന്തോഷം. എന്തായാലും എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നുണ്ട്. പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫ് എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഹാപ്പിയാണ്. അതിൻ്റെ ഒരു റെസ്പോൺസ് ഇനിയിപ്പോൾ കേരളത്തിലേക്ക് എല്ലാ ഷോയിലേക്കും ഇത് എത്തട്ടെ. എല്ലാവരും തിയേറ്ററിൽ വന്ന് കണ്ടു കഴിഞ്ഞാൽ എൻജോയ് ചെയ്യുന്നുള്ളത് ഇപ്പം കോൺഫിഡൻസോട് കൂടി പറയാം. കാരണം സാധാരണ പ്രേക്ഷകരൊപ്പം ഇരുന്നാണ് നമ്മൾ കണ്ടത്. അതിന് ഒരുപാട് ചിരികളും കയ്യടിയും ഉണ്ടായിരുന്നു. എന്തായാലും ഭയങ്കര ഹാപ്പിയാണ്. എല്ലാ ആർട്ടിസ്റ്റുകളും അവരുടെയൊക്കെ പെർഫോമൻസുകളും ഭയങ്കരമായിട്ട് എല്ലാ സീനിലും അത് എടുത്ത് കാണിച്ചു. ഒരുപാട് സന്തോഷം. ഇനിയിപ്പോൾ ബാക്കിയുള്ള പ്രേക്ഷകർ കാണട്ടെ. ഞാൻ കോൺഫിഡൻസോട് പറയണേ, എല്ലാവരും തിയേറ്ററിലേക്ക് ഒന്ന് സാഹസം കാണുക. നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും.